സാറേ, കോഴിക്കോട്ടെ PSC കോഴ ആരോപണം CPMൻ്റെ ജില്ലാ കമ്മിറ്റി ചേർന്നിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്നാക്കി തീർത്തു. പക്ഷേ ഈ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളി എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റി അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം വളരെ സങ്കടത്തോടെ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ അമ്മയുമായും മകനുമായും വന്നിരുന്ന് പറഞ്ഞു, എന്നെ ഈ പരാതിയിൽ കുരുക്കിയ ആളുടെ മുമ്പിൽ ഞാൻ പോയി സത്യാഗ്രഹം നടത്തും, അല്ലെ സമരം നടത്തും. ഇത് CPMനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയോ, അല്ലെങ്കിൽ ഇയാളുടെ ഈ സത്യാഗ്രഹത്തിൽ എന്തെങ്കിലും ഉദ്ദേശശുദ്ധി ശരിയാണോ? സാർ എങ്ങനെ വിലയിരുത്തുക? ഞാൻ അതിൽ കാണുന്ന കാര്യം, ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരാളാണ് പരാതിക്കാരൻ എന്ന് പൊതുവെ പുറത്തങ്ങനെ അറിയില്ലായിരുന്നു, പരസ്യം ആയിട്ടുണ്ടായിരുന്നില്ല. പരാതിക്കാരൻ മാത്രമേ പറഞ്ഞുള്ളൂ. അതെ, ഞാനും വേറൊരു ഡോക്ടർ, കാരണം ആ ഭാഗത്ത് വലിയ പ്രാക്ടീസുള്ള ഭാര്യയും ഭർത്താവും വേറൊരാളുണ്ട്, അവരാണെന്നാണ് കരുതിയിരുന്നത്. കാരണം ചില പ്രദേശങ്ങളിലൊക്കെ ഈ ഹോമിയോ ഡോക്ടർമാർക്ക് നല്ല പ്രാക്ടീസ് ഉള്ളവരുണ്ട്. എൻ്റെ നാടായ തൃപ്പൂണിത്തുറയിൽ തന്നെ ഏറ്റവും വലിയ ഡോക്ടർ കുമാരൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോമിയോ ഡോക്ടർ ആയിരുന്നു ഒരു കാലത്ത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ ജയറാം, ഇവർ രണ്ടുപേരും കഴിഞ്ഞിട്ടേ ഭയങ്കര കൈപ്പുണ്യം എന്നൊക്കെ ബാക്കി ഡോക്ടർമാർ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവിടെ ഈ രാജകൊട്ടാരങ്ങളൊക്കെ ഉണ്ട്, വടക്കേക്കോട്ട മറ്റേ കിഴക്കേക്കോട്ടയിലും ഒക്കെ. അപ്പോൾ ആ രാജകൊട്ടാരങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിന് സമാനമായൊരു വീട് ഈ കുമാരൻ്റെതായിരുന്നു. ഈ ഞാൻ സ്ഥിരമായിട്ട് പോയിരുന്ന ലൈബ്രറിയിൽ 6 പത്രങ്ങളോ മറ്റോ അത് ഈ കുമാരനാണ് സംഭാവന ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനെയൊക്കെ ഓർക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആളുകളാണ്, വേറൊരു പേരാണ് ഞാൻ കേട്ടിരുന്നത്. അപ്പോൾ ഈ ശ്രീജിത്തിൻ്റെ മറ്റേ കുടുംബത്തിൻ്റെ മുമ്പിൽ, വീടിൻ്റെ മുമ്പിൽ പോയി പിന്നെ അദ്ദേഹം ഈ സത്യഗ്രഹം ഇരുന്നത് ശരിയായി എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വാർത്തകളിലൊക്കെ കാണുന്നത് റിയാസിൻ്റെ വീട്, ഈ പ്രദീപ് കോട്ടുളിയുടെ വീടുണ്ടല്ലോ, പ്രമോദിൻ്റെ വീട് റിയാസിൻ്റെ വീടിൻ്റെ അയൽവക്കത്താണെന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് സഞ്ചരിക്കാതെയും ഓട്ടോ പിടിക്കാതെയൊക്കെ സത്യഗ്രഹം നടത്താൻ പറ്റിയൊരു വീട് റിയാസിൻ്റെ വീടാണ്. തൊട്ടപ്പുറത്തേക്ക് ഏതാനും ഭാര്യയില്ലേ, അമ്മയും കൊണ്ടുപോവാം. മാത്രമല്ല ഈ വൈകുന്നേരം പെട്ടെന്ന് നിർത്തിയിട്ട് പോയല്ലോ, അതും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇരുന്നാൽ മതിയല്ലോ റിയാസിൻ്റെതാവുമ്പോൾ. കാരണം ഇത് പുറത്താക്കാനായിട്ടുള്ള കാരണം ആരാ? പാർട്ടിയാണല്ലോ. അതെ, പുറത്തു വരാനുള്ള കാരണം ഈ പ്രമോദിനെ പുറത്താക്കിയിരിക്കുന്നത് പാർട്ടിയാണ്. അതെ. അപ്പോൾ ഈ പ്രമോദ് പറയുന്നത് ശരിയാകണം എന്നുണ്ടെങ്കിൽ പാർട്ടി ചെയ്തത് ശരിയല്ല എന്നും കൂടി ഉണ്ടല്ലോ. അതെ, അതാണ് പ്രമോദ് ചോദിക്കുന്നത്, ഞാൻ ചെയ്ത കുറ്റം എന്താണ് എന്ന്. അത് ആരോടാണ് പ്രമോദ് ചോദിക്കേണ്ടത്? പാർട്ടിയോടല്ലേ. അതെ. പ്രമോദ് പറയുന്നത് പോലെ പ്രമോദ് കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ പാർട്ടി പ്രമോദിനെ പുറത്താക്കിയത് ശരിയല്ല. അതെ. അപ്പോൾ പ്രമോദിനെ പുറത്താക്കാനായിട്ട് മുൻകൈ എടുത്തിരിക്കുന്നത് അന്ന് രാവിലെ കാറിൽ അവിടെ എത്തിയ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മന്ത്രിയും കൂട്ടരുമാണല്ലോ. കാരണം റിയാസ് ആയിരുന്നല്ലോ റിസീവിങ് എൻഡിൽ ഈ കോഴ വന്നു കഴിഞ്ഞപ്പോൾ. അദ്ദേഹമല്ലേ പല പ്രസ്താവനകളൊക്കെ നടത്തി. അപ്പോൾ അദ്ദേഹവും കൂട്ടരും വാദിച്ചിരുന്നത് പുറത്താക്കണം എന്നാണ്. ചില ആളുകൾ സസ്പെൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം പല ആളുകൾക്കും റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളൊക്കെ ജില്ലാ കമ്മിറ്റിയിലുള്ളവരുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നതായിട്ടൊക്കെ വാർത്ത കാണുന്നുണ്ട്. സ്വാഭാവികമാണത്. ഈ റിയൽ എസ്റ്റേറ്റുകാരുമായിട്ടൊക്കെ ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു ഏരിയ സെക്രട്ടറി ഇവിടെ ഉണ്ടോ? ഇല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മണ്ടനാണെന്നേ സഖാക്കൾ പറയുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ചില ആളുകൾ പുറത്താക്കാൻ വേണ്ടി വാദിച്ചിട്ടുണ്ടല്ലോ. ഈ ശ്രീജിത്തിൻ്റെ അവിടെ പോയിട്ടല്ലല്ലോ സത്യാഗ്രഹം കിടക്കേണ്ടത്, ആ സഖാക്കളുടെ വീടിൻ്റെ മുമ്പിലല്ലേ അമ്മയും കൊണ്ട് പോകേണ്ടത്. പ്രമോദ്. അപ്പൊ പ്രമോദ് ഒരു വീണ്ടും വിചാരം വേണം. പാർട്ടിയാണ് ഇതിൽ തെറ്റ് ചെയ്തിരിക്കുന്നത്. പരാതിക്കാരൻ വെറുതെ പരാതി പറയുമോ? ഇയാളെ കുടുക്കിയതാണ് എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പ്രമോദിന് പോലീസിൽ പോയി പരാതി കൊടുക്കാമല്ലോ. ഇത് എന്നെ വെറുതെ കുടുക്കിയിരിക്കുന്നു, ഇനിയും ചിലപ്പോൾ കേസ് വന്നേക്കാം, പോലീസ് കേസ് വന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പ്രമോദിന് പേടിയുണ്ടാവും. ഇനി പാർട്ടിക്കാർ ശ്രീജിത്തിനോട് പറഞ്ഞിട്ട് പോലീസിൽ കേസ് കൊടുക്കാൻ പറയുമോ
പക്ഷെ പോലീസ് കേസ് കൊടുക്കില്ലല്ലോ. അത് കാരണം പാർട്ടിയുടെ ബുദ്ധിയില്ല സാറേ. കാരണം പാർട്ടി പറഞ്ഞേക്കുന്നത് പൈസ മേടിച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന്. മേടിച്ചു എന്ന് പറഞ്ഞ് ആ പൈസ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പോലീസിൽ കേസ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഇവിടെ പാർട്ടി ബുദ്ധിപരമായ നീക്കമാണ് നടത്തിയത്. പാർട്ടി ബുദ്ധിയല്ലല്ലോ, ക്രൂക്കഡ്നെസ്, കുരുട്ട് ബുദ്ധി എന്ന് പറയുന്ന സാധനം. അത് പാർട്ടിക്കാർക്കൊക്കെ ഉള്ള. അതുകൊണ്ടല്ലേ കരുവന്നൂർ ബാങ്കിൽ കണ്ടത്. കാരണം ഈടില്ലാത്ത വായ്പ കൊടുക്കുക ബാങ്കിൽ നിന്ന്. MC മൊയ്തീൻ മറ്റേ ആന്റണിയൊക്കെ പറഞ്ഞിട്ടൊക്കെ വായ്പ കൊടുക്കും. ആ വായ്പ കിട്ടിയ ആളുകൾ ഒരു കമ്മീഷൻ കൊടുക്കും. ആ കമ്മീഷൻ സൂക്ഷിക്കാനായിട്ട് ചില അക്കൗണ്ടുകൾ ഏരിയ സെക്രട്ടറിയെ കൊണ്ട് ലോക്കൽ സെക്രട്ടറി ഒക്കെ തുടങ്ങിപ്പിക്കുക. അതൊക്കെ കുരുട്ട് ബുദ്ധിയല്ലേ? അതെ അതെ. പൈസ ഉണ്ടാക്കുമ്പോൾ ഈ കുരുട്ട് ബുദ്ധി കൂടിയാണല്ലോ പൈസ എപ്പോഴും ഉണ്ടാകുന്നത്. ഇംഗ്ലീഷിൽ ഐ മെയ്ഡ് എ കില്ലിങ് ടുഡേ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഐ മെയ്ഡ് എ കില്ലിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇഷ്ടം പോലെ പൈസ ഉണ്ടായി എന്നാണ്. അതിൻ്റെ പിന്നിൽ നടക്കുന്ന മുഴുവൻ കുരുട്ട് ബുദ്ധി ആണ്. അപ്പോൾ അങ്ങനെ പാർട്ടിയുടെ പ്രസ്താവനയിലൊന്നും പി മോഹനൻ പറയുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ അകത്ത് എന്തിൻ്റെ പേരിലാണ് ഇത് ചെയ്തത്? ഈ കോഴയുടെ പേരിലാണ്. ഇനി ആയുഷ് ഉദ്യോഗം മേടിച്ചു കൊടുക്കാം ഭാര്യയ്ക്ക്, ആ ഉയർന്ന പദവി എന്തോ കൊടുക്കാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണോ? ഇതൊന്നും പി മോഹനൻ പറഞ്ഞില്ല. എന്ത് കാരണം കൊണ്ടാണ് പ്രമോദിനെ പുറത്താക്കുന്നത്? പാർട്ടി വിരുദ്ധ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്നുള്ളതാണല്ലോ. പാർട്ടി വിരുദ്ധമായിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? ഇനി പാർട്ടി നേതാക്കൾ ചെയ്യാത്ത എന്താണ് പ്രമോദ് ചെയ്തത്? പാർട്ടി നേതാക്കൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിലും കുറഞ്ഞ കാര്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലഘുശിക്ഷ കൊടുക്കണം. അതാണല്ലോ ഒരു ചേരി വായിച്ചുകൊണ്ടിരുന്നത്. അത് കരീമിൻ്റെ ചേരിയാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. സാർ, ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ പേരിൽ പൈസ വാങ്ങി എന്നൊരു പരാതി ആദ്യം കൊടുക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് CPMൻ്റെ ജില്ലാ കമ്മിറ്റിക്കാണ്. എങ്കിൽ ജില്ലാ കമ്മിറ്റിക്ക് അത് ആ കാര്യം തീരുമാനിച്ചല്ലെങ്കിൽ അതിനകത്തൊരു നടപടി എടുത്ത് അന്നേ തീർക്കാമായിരുന്നു. ഇതെങ്ങനെയാണ് പിന്നെ മാധ്യമങ്ങളിലേക്ക് എത്തിയത്? വാർത്ത അവിടുന്ന് ചോർന്നത് കൊണ്ടല്ലേ? വാർത്ത ചോർന്നത് കൊണ്ട്. അപ്പോൾ അവിടെ അത് ഒരു ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പിനെതിരെ പ്രവർത്തിക്കുമ്പോഴാണ് ഈ വാർത്ത വരുന്നത്. അതെ, അല്ലാതെ പത്രപ്രവർത്തകർ തന്നെത്താനും മണത്തറിഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ എനിക്ക് റിയാസ് എവിടെയാണ് പരാതി കൊടുത്ത് എനിക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. അതെ, അവിടെയാണ് അദ്ദേഹം പരാതിപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. പാർട്ടി രീതികൾ ഞാനറിയുന്ന കാലത്ത് അങ്ങനെയായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ്. പക്ഷേ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ അടുത്ത് ഇത് പരിശോധിക്കണമെന്ന് അത് ചിലപ്പോൾ പരാതി അങ്ങനെയാണത് പറയേണ്ടത്. ജില്ലാ കമ്മിറ്റി തന്നെയാണ് അത് പരിശോധിക്കേണ്ടത്. കാരണം പ്രമോദിൻ്റെ ഘടകം ജില്ലാ കമ്മിറ്റിയാണ്. അപ്പം അങ്ങോട്ട് വിടുകയുള്ളൂ. നിങ്ങളിത് കാരണം ഒരു കമ്മീഷനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 4 അംഗ കമ്മീഷനെ വെച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെക്രട്ടേറിയറ്റ് ആയിരിക്കില്ലല്ലോ, ജില്ലാ കമ്മിറ്റി ആയിരിക്കില്ലേ? അല്ല, വെച്ചിട്ട് ഇതില് വസ്തുതയുണ്ടെന്ന് കണ്ടിട്ട് ജില്ലാ കമ്മിറ്റി ഏൽപ്പിക്കുകയാണ്. അപ്പൊ ജില്ലാ കമ്മിറ്റി നടപടി എടുത്തേ പറ്റൂ എന്ന് വന്നു. ജില്ലാ കമ്മിറ്റി ഇത് വെള്ളപൂശാനൊക്കെ ഒരുങ്ങി നിൽക്കുന്നതായിരുന്നിരിക്കണം. പക്ഷെ നടപടി എടുത്തേ പറ്റൂ എന്ന് വന്നു. മാത്രമല്ല അയൽക്കാരാണല്ലോ ഇവര്. മുഹമ്മദ് റിയാസിന് വളരെ വേണ്ടപ്പെട്ട ആളോ മറ്റോ ആയിരുന്നു. അത് ഇവർ ഒരുമിച്ച് 10-15 വർഷം DYFIക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒരുമിച്ച് ജയിലിൽ കിടന്ന് അത്രയും ബന്ധമുള്ള രാത്രി പോസ്റ്റർ ഒട്ടിക്കാൻ പോയി. ഇതൊക്കെ പ്രമോദ് തന്നെ പറഞ്ഞാൽ. ഇത് കൂടാതെ വിവാദം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ MV ഗോവിന്ദൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റുള്ള ആളല്ലേ, ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ ആൾ പിറ്റേ ദിവസം നേരെ മലക്കം പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം MV ഗോവിന്ദൻ ഒരു പരിപാടി പങ്കെടുക്കാൻ കോഴിക്കോട് എത്തുകയും ചെയ്തു. അന്ന് ഈ പി മോഹനുമായിട്ടൊക്കെ ചർച്ച നടത്തി കാണും. ഇപ്പോൾ ഈ ചില സമയത്തൊക്കെ നടപടി എടുക്കും എന്നും പറഞ്ഞിരുന്നല്ലോ. അതെ, നടപടി എടുക്കുന്നുണ്ട്. ഇപ്പൊ പ്രമോദ് പറയുന്ന ഒരു കാര്യം, ഇതിന്റെ പിന്നിലുള്ളവരെയൊക്കെ എനിക്കറിയാം, എല്ലാ സത്യവും ഞാൻ പുറത്തു പറയും. അതൊരു വലിയ ഭീഷണിയല്ലേ പാർട്ടിക്ക്? അങ്ങനെ ഭീഷണിപ്പെടുത്തിയ ഒരു ഗുണമുണ്ട്. ഇപ്പൊ ഈ 22 ലക്ഷം രൂപ മേടിച്ച് തിരിച്ചു കൊടുത്തില്ലേ? അതെ, വേറൊരു 50 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ. കാരണം ആരുടെയൊക്കെ ഇടപാട് തുറന്നു പറയാൻ പറ്റുമല്ലോ. അതെ. അപ്പോൾ പ്രമോദ് അതൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് ഇനി സഖാക്കളുടെ ക്യൂ ആയിരിക്കില്ലേ പ്രമോദിന്റെ അടുത്ത്? അപ്പോൾ അതും ഒരു തന്ത്രം തന്നെയാണ്. അതൊക്കെ പാർട്ടിക്കാർക്ക് സഖാക്കൾക്ക് വളരെ നന്നായിട്ട് അറിയാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പ്രമോദ് അങ്ങനെ ചെയ്യുമോ? പിന്നെ സാധാരണ ഇപ്പോൾ സഖാക്കൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ CPIയിൽ പോയി ചേരുക എന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ കാപ്പാപ്രതിയൊക്കെ ചേരുകയും ആ പ്രതിയുടെ കൂടെ ചെന്നയാളെ പോലീസ് പിടിക്കുകയോ എന്തൊക്കെ ചെയ്തില്ലേ ഒരു സ്ഥലത്ത്. ഈ ലെവലിലാണ് നടക്കുന്നത്. സാർ, അപ്പോൾ ഒരു സംശയമുള്ളത്, ഈ MVR അതുപോലെ തന്നെ ഗൗരിയമ്മ ഇവരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തായതല്ലേ? അവർ പുറത്തായിട്ട് എന്ത് സംഭവിച്ചു പാർട്ടിക്കെതിരെ? അങ്ങനെ ഏരിയ കമ്മിറ്റി അംഗം മാത്രമായ ഒരു പ്രമോദ് കോട്ടുളിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
അതൊരു സംശയമല്ലേ? അല്ല, കോഴിക്കോട് തന്നെ ഇതിനേക്കാൾ നിസ്സാരമായ പ്രശ്നത്തിൻ്റെ പേരിൽ ചാത്തുണ്ണി മാസ്റ്ററെ പുറത്താക്കിയിട്ടുണ്ട് പണ്ട്. ചെറിയ എന്തൊരു അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം പോലും ഇല്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ പിന്നീട് എഴുതിയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ജനശക്തി ഫിലിംസുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ചെറുകിട കാര്യം. അതുപോലെ പി ഗോവിന്ദപിള്ള എന്തോ ചെറിയ ഒരു ശ്രദ്ധക്കുറവ് കാണിച്ചപ്പോഴും ഒക്കെ ശാസിച്ചിട്ടുണ്ട്. മറ്റേതൊക്കെ വലിയ പുറത്താക്കലുകളൊക്കെയാണ്. അത് താൻ പ്രമാണിത്വം എന്ന് പറഞ്ഞിട്ടാണ്, പൈസയുടെ കാര്യത്തിലൊന്നുമല്ല, ഗൗരി അമ്മയുടെയും എം വി രാഘവൻ്റെയും കാര്യത്തിലൊക്കെ. മറ്റേ ചാത്തുണ്ണി മാസ്റ്ററുടേത് സാമ്പത്തിക ആരോപണം തന്നെയായിരുന്നു. പാർട്ടി എപ്പോഴും ഈ വൈരനിര്യാതന ബുദ്ധി കാണിക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസിലേക്ക് ഈ ആരോപണം ചെല്ലുന്നു എന്നൊരു തോന്നൽ ഉണ്ടായി വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ എടുത്തൊരു ആയുധമാണിത്, എതിർ ഗ്രൂപ്പ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ റിയാസിനും ഇയാളെ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് വന്നു, ഈ പ്രമോദ് സഖാവിനെ. അല്ല, റിയാസുമായിട്ട് ഭയങ്കര അടുപ്പമുണ്ടെങ്കിൽ ഇപ്പം റിയാസുമായിട്ട് ഇയാൾ അത്ര അടുപ്പത്തിലല്ല. ഇവർ തമ്മിൽ അകന്ന് കാണും. കാരണം മന്ത്രിയൊക്കെ ആയതിനു ശേഷം ഇയാളിപ്പം CITUവിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നുണ്ട് പ്രമോദ്. CITUവിൻ്റെ വലിയ നേതാവ് എന്ന് പറയുന്നത് അളമര കരീമ. അദ്ദേഹമാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് CITUവിൻ്റെ വലിയ നേതാക്കൾ ഇദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഏകദേശം ഒരു ചേരി മനസ്സിലാകുന്നില്ലേ? ഇദ്ദേഹം കരീമിൻ്റെ അളവാകാം, മുമ്പ് റിയാസിൻ്റെ അളവാകാം. ഇങ്ങനെയൊക്കെയാണ്. കംപ്ലീറ്റ് നൂലാമലയാണ്. കാരണം ഇടപാടുകൾ പലതും ഉണ്ട്, സാമ്പത്തിക ഇടപാട്. അതാണ് ഇതിൻ്റെ അകത്തെ ഘടകം. അപ്പോൾ എന്തായാലും ഇപ്പോൾ സിനുജി പറഞ്ഞത് വെച്ചിട്ടും റിയാസ് സംരക്ഷിച്ചില്ല എന്നുള്ളതാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. അതെ, റിയാസിൽ നിന്ന് അകന്നു. അപ്പം മറ്റൊരാളുടെ സംരക്ഷണത്തിൽ ഇയാൾ എത്തിപ്പെട്ടു. അപ്പൊ റിയാസ് എതിരായി. അതെ, എതിരായി. അപ്പൊ റിയാസിന്റെ വീടിന്റെ മുമ്പിലല്ലേ സത്യഗ്രഹം നടത്തേണ്ടത്? ശ്രീജിത്തിന്റെ വീടിന്റെ മുമ്പിലല്ലേ? അതാണ് ഞാൻ ചെയ്തത്. പിന്നെ എന്തിനാണ് ശ്രീജിത്തിന്റെ വീടിന് മുമ്പിൽ പോയത്? അത് തെറ്റായിപ്പോയി. അദ്ദേഹം ചെയ്തേണ്ടിയിരുന്നത് ഇനിയും വീണ്ടും വിചാരം നടത്തണം പ്രമോദ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം തൊട്ടടുത്ത് റിയാസിന്റെ വീടുണ്ടെങ്കിൽ റിപ്പോർട്ടുകൾ പ്രകാരം, എനിക്ക് ഇവരുടെ വീടൊന്നും അറിയില്ല. ശ്രീജിത്തിന്റെ വീടിന് മുമ്പിൽ പോയിരിക്കാനുള്ള കാരണം പ്രമോദ് പറയുന്നത്, എനിക്കെതിരെ പാർട്ടിയിൽ പരാതി നൽകിയ ആൾ ശ്രീജിത്ത, അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ ശ്രീജിത്തിന്റെ വീട്ടിൽ പോയിട്ടില്ല, പൈസ മേടിക്കാനോ അങ്ങനെ ഒന്നും. അപ്പോൾ പിന്നെ ഞാനെങ്ങനെ ആദ്യമായി പോവുകയാണെന്ന് പറഞ്ഞാൽ പോയിരുന്നത്, അമ്മയും കൂട്ടി സ്വന്തം മകനെയും കൂട്ടി പോയിരിക്കുന്നു. അപ്പോൾ അതിന് കുറച്ച് വാർത്താ പ്രാധാന്യം കൂടുതൽ. ഞാൻ ആ ഭാഗം അംഗീകരിച്ചു. പക്ഷെ ശ്രീജിത്ത് മറ്റേ പരാതി കൊടുത്തിട്ടുണ്ട് എന്നിരിക്കട്ടെ പാർട്ടിക്ക്. ആ പാർട്ടി അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടുപിടിക്കേണ്ട ചുമതല പാർട്ടിക്കുണ്ടല്ലോ. അതെ, അത് പാർട്ടി ചെയ്തില്ല. അപ്പോൾ പാർട്ടിക്കാർക്കെതിരെയല്ലേ സത്യഗ്രഹം നടത്തേണ്ടത്? അതാണ് എൻ്റെ ചോദ്യം. പേടിയുണ്ടാവില്ലേ? അത് പറ. അതാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളെന്താ പറയാത്തതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ശ്രീജിത്തിന് പേടിയില്ല, മുഹമ്മദ് റിയാസിന് പേടിയുണ്ട്. അതെ. അപ്പോൾ പ്രമോദ് ചെയ്തത് ശരിയല്ല. പ്രമോദ് ഇനി ചെയ്യേണ്ടത് റിയാസിൻ്റെ വീടിൻ്റെ മുമ്പിൽ സത്യഗ്രഹം നടത്തുക എന്നുള്ളതാണ്. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടോ? ആൺകുട്ടിയാണോ പ്രമോദ് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.